ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ഒരു നട്ട്സ് കൊണ്ട് ഒരു സ്വീറ്റ് ആണ്. ഇത് നല്ലൊരു റെസിപ്പിയാണ്. ക്വിക്ക് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ഈ വീഡിയോ കാണുന്ന മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ആദ്യം ഇതിൻ്റെ ആവശ്യമുള്ള സാധനങ്ങളും നട്ട്സാണ്. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ബാദാം, പിന്നെ കാഷ്യൂനട്ട്, പിന്നെ എല്ലാം ഓരോരോ കപ്പും, പിന്നെ റവ, പിന്നെ കുറച്ച് കാർഡമൻ, പിന്നെ ഷുഗർ, പിന്നെ സാഫ്രൻ. ഞാൻ കുറച്ച് പാൽ ഓൾറെഡി ഞാൻ കുതിർത്ത് വെച്ചു. സോ എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. ആദ്യം ഒരു പാൻ എടുക്കുക. അതിൽ 2-3 സ്പൂൺ നെയ്യിട്ടിട്ട് ഈ ബാദാം, ഈ നട്ട്സ് ഒക്കെ നന്നായിട്ട് അതൊന്ന് വറുത്ത് എടുക്കാം. സോ ഞാനിവിടെ എടുത്തിരിക്കുന്ന ബാദാമും കാഷ്യൂനട്ടും. വേണമെങ്കിൽ വേറെ എന്തെങ്കിലും നട്ട്സ് ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം. കടലയൊക്കെ യൂസ് ചെയ്യാം. പിന്നെ നന്നായിട്ട് അതൊന്ന് ഫ്രൈ ചെയ്ത ശേഷം അത് മാറ്റി വെക്കുക. പിന്നെ വീണ്ടും പാനിൽ 2-3 സ്പൂൺ നെയ്യിട്ടിട്ട് റവ അതൊന്ന് വറുത്തെടുക്കുക. സോ നന്നായിട്ട് അത് വറുത്തെടുത്തു. പിന്നെ ചൂടാറിയ ശേഷം ഈ നട്ട്സ് ഒക്കെ അതൊന്ന് പൗഡർ ചെയ്യുക. സോ നന്നായിട്ട് അതൊന്ന് ഫൈൻ പൗഡർ ആക്കിയെടുക്കുക. സോ നല്ലൊരു റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ഈവനിങ് സ്നാക്കായിട്ട് കൊടുക്കാം. പിന്നെ ഡെസേർട്ടായിട്ട് നമുക്ക് എപ്പോഴും കഴിക്കാൻ തോന്നുമെങ്കിൽ ഇത് നമുക്കിത് ഉണ്ടാക്കാം. സോ ഇതിങ്ങനെ പൗഡറാക്കി എടുത്തു. പിന്നെ ഈ അളവിന് ഒരു 3 കപ്പ് വെള്ളം ഇടാം. നട്ട്സ് പൗഡർ ആക്കുമ്പോൾ ഏലക്കയും ഇട്ടിട്ട് പൗഡർ ആക്കും. ഞാൻ അത് മറന്നു, അതുകൊണ്ട് വീണ്ടും ഞാൻ അതിട്ടിട്ട് ഞാൻ ചെയ്തു. സോ വെള്ളം തിളച്ച ശേഷം റവ ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക. റവ ഒന്ന് നന്നായിട്ട് കുക്ക് ആവണം. പിന്നെ ഈ സമയത്ത് ആ സാഫ്രൻ അതിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. സോ റവ വന്ന ശേഷം റവ വേഗം വേവും, ഒരു 5 മിനിറ്റ്സിൽ വേവും. സിമ്മിലാക്കിയിട്ട് ചെയ്യണം. ഈ പൗഡേർഡ് നട്ട്സ് അതിലിട്ടിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യാം. അതെല്ലാം നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത ശേഷം ഷുഗർ യൂസ് ചെയ്യുക. 1 കപ്പ്. നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ അത് കുറച്ച് അടച്ചു വെക്കണം. ബിക്കോസ് ചിലപ്പോൾ ബോയിൽ ആവുമ്പോൾ അത് നന്നായിട്ട് അത് അങ്ങോട്ട് സ്പ്രെഡ് ആവും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ലൈറ്റായിട്ട് അതൊന്ന് മൂടിയിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ അവസാനം നെയ്യിടുക. നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക. സോ റെഡിയായി. സോ ഇത് അത്ര ഹാർഡൊന്നും ആവില്ല. നന്നായിട്ട് കഴിക്കാൻ ഈ മോർണിംഗ് ഉണ്ടാക്കിയ ഈവനിങ് വരയ്ക്കും നന്നായിട്ട് അതങ്ങനെ നന്നായിട്ട് കേസരി മാതിരി ഉണ്ടാവും. അത് അത്ര വലിയ ഹാർഡൊന്നും ആവില്ല അത്. സോ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. നട്ട്സ് കൊണ്ട് കേസരി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് സപ്പോർട്ട് മീ. സോ അവസാനം കഴിക്കുന്ന സമയത്ത് മേലെ അത് നട്ട്സ് കുറച്ച് മേലെ ഗാർണിഷിങ് ചെയ്തിട്ട് കഴിക്കാം. താങ്ക് യു.